വളരെ നല്ലൊരു ദിവസം എത്തിയിരിക്കുകയാണ്. 50 വർഷത്തെ ദാമ്പത്യ ജീവിതം വളരെ ചുരുക്കം ആൾക്കാർക്ക് ലഭിക്കുന്ന അമൂല്യമായ ഒരു സന്ദർഭമാണത്. അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി പൂർത്തീകരിച്ച് കണ്ടതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കൺഗ്രാലേഷൻസ് ഓൺ 50 years of love and commitment. Wish you a happy wedding anniversary. ജോളിച്ചി, ഞാനൊക്കെ 10ാം ക്ലാസ് SLC കഴിഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു അന്ന് നിങ്ങളുടെ കല്യാണം. അന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ആദ്യത്തെ കല്യാണമല്ലേ, എല്ലാവരും ഭയങ്കര ആഘോഷമായിട്ട് ആവേശമൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ അന്നത്തെ സമയത്തൊക്കെ നമ്മൾ പുറത്ത് പോകലും നിൽക്കലും കൂടലൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ വീട് അതല്ലെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഇളപ്പൻ്റെ വീട്, അതിൽ കൂടുതൽ നമ്മൾ പുറത്തിറങ്ങലുണ്ടായില്ല. പിന്നെ ജോളിച്ചിൻ്റെയും ജോസഫിൻ്റെയും നിങ്ങളുടെ കല്യാണമൊക്കെ അതിന് ശേഷമാണ് ഞങ്ങളൊക്കെ പുറം ലോകം കാണാൻ തുടങ്ങിയതും ജോളിച്ചും ജോസഫിനും ഓരോ സ്ഥലത്തേക്ക് പോയി കൊണ്ടുപോകലും നിൽക്കലും ഒക്കെ തുടങ്ങിയത് അങ്ങനെയാണ്. അന്നത്തെ സമയത്ത് അതൊക്കെ ഭയങ്കര എന്താ പറയുക, സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു അന്നത്തെ ആ പോക്കും നിൽപ്പൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ പ്രായമായി കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പെരുന്നാൾ പിണ്ടി പെരുന്നാൾ കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ അന്ന് വൈകിട്ട് പള്ളിയിൽ പോയി. ആണുങ്ങളൊക്കെ വീട്ടിലിരുന്നു, നമ്മൾ മക്കളുകളൊക്കെ ഇവിടെ പോയി പള്ളിയിൽ പോയി നേർച്ച വയ്ക്കിയിട്ട് നമ്മളത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് നമ്മളുടെ ഷോപ്പ് വരെ നടന്നൊരു വരവ് വന്നു, കാഴ്ചകളൊക്കെ കണ്ട് വർത്താനം പറഞ്ഞു. അത് ശരിക്കും പറയുകയാണെങ്കിൽ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ആ വരവ്. അങ്ങനെ ഇരിക്കണം. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ജോസേട്ടാ, ജോളിച്ചി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ജോളി ആൻറ്റി, ജോസ് അങ്കിൾ. ഞാനൊരു ചെറിയ ഓർമ്മ പങ്കുവയ്ക്കാം. എൻ്റെ പണ്ടത്തെ ചെറുപ്രായത്തിലെ, അതായത് ഞാനൊരു 5-6 ഒരു 5-6 വയസ്സുള്ളപ്പോൾ ജോളിച്ച് എനിക്ക് ഇഷ്ടംപോലെ ഡ്രസ്സുകൾ തയ്ച്ചു തരാറുണ്ട്. മിഷ്യൻ അപ്പം വാങ്ങിച്ചു കൊടുക്കാൻ സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പരീക്ഷണങ്ങൾ മുഴുവൻ എൻ്റെ മേത്തായിരുന്നു. ഇഷ്ടംപോലെ ഡ്രസ്സുകൾ തയ്ച്ചു വെക്കും. അപ്പോൾ അന്നത്തെ കൊച്ചു ഉടുപ്പുകൾ അതൊക്കെ, അതായത് 5-6 വയസ്സുള്ളപ്പോൾ അതൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ ഹോളി കമ്മ്യൂണിയന് ജോളിച്ച് പ്രത്യേകം ഡിസൈൻ ചെയ്ത് എനിക്ക് ഉടുപ്പ് തയ്ച്ചു. അത് അടിപൊളിയായിരുന്നു. അന്ന് ക്രൈസ്റ്റ് കോളേജിൻ്റെ ഉദ്ഘാടനം എൻ്റെ ഹോളി കമ്മ്യൂണിയൻ ഒരു ദിവസമായിരുന്നു. അപ്പോൾ അന്ന് ആർക്കും ഇല്ലാത്തൊരു മോഡൽ ഉടുപ്പായിരുന്നു എൻ്റെ. ഇന്നത്തെ ഒരു ഓർഗൻസൊക്കെ പോലത്തെ മെറ്റീരിയൽ അതൊന്നും ആരും അന്ന് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഒരു പ്രത്യേക സ്റ്റൈല്, അതായത് പണ്ടത്തെ ഷർമില ടാഗോറൊക്കെ ഇടുന്ന പോലത്തെ ഒരു ഉടുപ്പ് എനിക്ക് എന്താ വെച്ചാൽ ഇപ്പോഴും അങ്ങനത്തെ ഒരു ഉടുപ്പ് ആരിട്ടൊരു ഹോളി കമ്മ്യൂണിയൻ ഞാൻ കണ്ടിട്ടില്ല. അത് നല്ലൊരു ഉടുപ്പായിരുന്നു, നല്ലൊരു ഓർമ്മയാണ്. പിന്നെ എൻ്റെ മേക്കപ്പ്, എൻ്റെ ജോളിച്ച് നല്ലൊരു ബ്യൂട്ടീഷ്യനാണെന്ന് ഇപ്പോഴേക്ക് ഓർമ്മ വരുന്നു. നീണ്ട വാല്, അതൊന്ന് ജോളിച്ച് തന്നെ എന്നെ ഒരുക്കണം എന്ന് എൻ്റെ ഇഷ്ടം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറയും, വലിയ പുരുകം ഈ വാല് മുട്ടിച്ച് അതൊക്കെ ജോളിച്ച് എന്നെ എന്നും കുളിപ്പിച്ച് ഒരുക്കും. ചേച്ചിയമ്മ തന്നെയായിരുന്നു. പിന്നെ ജോസേട്ടൻ്റെ കാര്യം, എൻ്റെ പണ്ടത്തെ ഓർമ്മ എന്ന് പറയുമ്പോൾ, ജോസേട്ടൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഞാനൊരു 5-6 മാക്സിമം അത്രയേ ഉള്ളൂ. അപ്പോൾ ജോസേട്ടൻ്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ നേരില്ല. അപ്പോൾ ഞാനും ജീസനായിരുന്നു ജോസേട്ടൻ്റെ കമ്പനി കൊടുത്തിരുന്നത്. ഞങ്ങൾ കബഡി കളിക്കും, ഈ ഇറുക്കിലുകൊണ്ട് നൂറാങ്കോല് കളിക്കും, കാർഡ് കളിക്കും. അന്നൊക്കെ എന്നും ജോസേട്ടൻ തോൽക്കാറുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾക്ക് വേണ്ടി അതൊക്കെ തോറ്റ് തന്നതായിരുന്നു. ഞങ്ങൾ കള്ളക്കളി എടുത്തിരുന്നു. അങ്ങനെയൊക്കെ ഓരോ കാലങ്ങൾ. പിന്നെ ഈ കന്യാസ്ത്രീമഠത്തിൽ അടച്ചു കൂട്ടിയിരുന്ന ഞങ്ങളെ അന്ന് കാലത്ത് ഇവർ ലീവിന് വരുമ്പോഴാണ് പ്രഭാതിലേക്കും കോന്നിലേക്കൊക്കെ ഓരോ സിനിമയ്ക്കൊക്കെ പോകാറ്. അതൊക്കെ ഇന്നും ഭയങ്കര മധുരമുള്ള കാര്യങ്ങളാണ്. നമുക്ക് ധൈര്യമായിട്ട് പുറത്തേക്ക് പോകാനൊക്കെ അവരുടെ കൂടെ അങ്ങനെ പറ്റും. ഓരോ സിനിമകൾക്കൊക്കെ പോയിരുന്നത് അങ്ങനെ ഓർമ്മ വരുന്നു, ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ. പിന്നെ എനിക്കൊരു ഓർമ്മ വരുന്നു പറയുന്നത്, ബജ്ജി ഉണ്ടാക്കാൻ ആദ്യമായിട്ട് പഠിച്ചത് ജോളിച്ചിട്ട് ചെയ്യുന്നു. ജോളിച്ച് അന്ന് പുറത്തൊക്കെ പോയി ജോലി ചെയ്ത് വരുമ്പോൾ നമുക്ക് വീട്ടിൽ വന്ന് ഉണ്ടാക്കി കാണിച്ചു തന്നിരുന്നു ബജ്ജി. അതിപ്പോഴും ബജ്ജി കാണുമ്പോൾ എനിക്ക് അത് അന്നത്തെ കാലം ഓർമ്മ വരും. അങ്ങനെ കുറേ ഓർമ്മകൾ. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എന്നോട് പറഞ്ഞത് പഴയ കുറെ മെമ്മറി പങ്കുവയ്ക്കാനാണ്. ഒരു 50 കൊല്ലം മുന്നെന്ന് പറയുമ്പോൾ ഞാൻ വളരെ കുഞ്ഞ, എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. ഇപ്പം വലിയ വിളിവുമില്ല.
എനിക്ക് ഏകദേശം 6 വയസ്സ് ഉള്ള സമയത്താണ് ചേച്ചി ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ഈ സമയത്ത് ഞാൻ ഏറ്റവും ഓർക്കുന്ന ജീസനെയാണ്. എല്ലാവരും പറയും ഞാൻ ഭയങ്കര വികൃതിയാണ്, പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ വളരെ പാവമായിരുന്നു. അപ്പൊ ജീസൻ എന്നെ കാണുമ്പോൾ എപ്പോഴും ഓർമ്മിപ്പിക്കും. ജീസൻ എന്നോട് ചോദിച്ചു, നിന്റെ പേരെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റോബർട്ട് എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, ആദ്യമായിട്ട് കണ്ടതാണ് കല്യാണത്തിന് നിന്ന്. ആദ്യമായിട്ട് കണ്ടപ്പോൾ ജീസൻ ചോദിച്ചു, നിന്റെ വീട് ഏതാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നേരെ ഓപ്പോസിറ്റ് അമ്മണി ചേച്ചി വീട് കാണിച്ചു കൊടുത്തു. അതാണ് എൻ്റെ വീടെന്ന്. അപ്പൊ അത്രയും പാവമായിട്ടൊരാളാണ്. പറഞ്ഞൊരു ടെൻഷൻ ഉണ്ട് എനിക്ക്, ശ്വാസം കിട്ടണം. എന്ത് കിട്ടിയാവും ഇനി എന്നോട് ഞാൻ പറയുന്നത് ചേച്ചിയെ കുറിച്ചിട്ട് ഓർമ്മയുണ്ട്. ചേച്ചി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഓർമ്മ. ചേച്ചിക്ക് ഭയങ്കര നാണായിരുന്നു ഞാൻ വിചാരിച്ചത്, പക്ഷെ എനിക്കായിരുന്നു ഏറ്റവും നാണായിരുന്നു. ചേച്ചിയുടെ ചിരി കണ്ട, ചേച്ചി ചിരിക്കണമെങ്കിൽ ഇന്ന് മനോഹരമായിട്ട് ചിരിക്കണമെന്ന് ചോദിക്കും. അത് ചേച്ചിയുടെ അല്ല. ഞങ്ങൾ ചേച്ചിയുടെ അപ്പന് ഇളയപ്പൻ എന്ന് വിളിക്കുക, വർഗീസ് അപ്പച്ചൻ. ഞങ്ങൾ ഇളയപ്പൻ എന്ന് വിളിക്കുക. ഇളയപ്പൻ്റെ ചിരിയാണ്. ഇളയപ്പൻ ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ ചിരിച്ചിട്ടേ വരുള്ളൂ. നമ്മൾ സ്കൂളൊക്കെ പോയിടുമ്പോൾ പണ്ട് കല്യാണങ്ങൾക്ക് പോകും. ഇവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകാറ് ജോളി ചേച്ചിയുടെ വീട്ടിലേക്ക്, പൊറത്തി ചേച്ചിയുടെ വീട്ടിലേക്ക്. അവിടെ പോയപ്പോൾ നേരത്തെ ഓമൻ ചേച്ചി പറഞ്ഞില്ല കന്യാസ്ത്രീ മടങ്ങ്, അതുപോലെ എന്നെ കുറേ നാളും മടക്കിലിട്ടിട്ടുണ്ടായിരുന്നു. വെക്കേഷന് പോകുമ്പോൾ പുറത്തേക്ക് വിടില്ല, കാരണം വീടിൻ്റെ തൊട്ട് മുൻപിലാണ് റൂം. അപ്പൊ സൈഡിൽ റൂമുണ്ട്, അതിൽ ആ ജനലെ കൂടെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചത്, ഈ ജനലെ കൂടെ നീ പുറത്തേക്ക് നോക്കിയിരുന്നാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും റോബർട്ട് എന്ന് പറയാൻ അറിയില്ലേ? ഇല്ലേ? പറയാൻ പറ്റും നിങ്ങൾക്ക് റോബർട്ട് എന്ന്? പറഞ്ഞല്ലോ, മറ്റേ കണക്കൊക്കെ നോക്കണമെന്ന്. ഞങ്ങളുടെ വീട്ടിലെ മുത്തപ്പന്റെ കണക്കപ്പള്ളിയായിരുന്നു പുള്ളി. അതെന്തെന്നറിയോ? നല്ല കയ്യക്ഷ ചേട്ടൻ, ഇങ്ങനെ ഉരുട്ടി കഴിയും. അത് ചേട്ടന് മാത്രമല്ല, കല്യാണിക്കര ആന്റിയേട്ടനുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം. ചേട്ടൻ ലീവിന് വരുമ്പോഴേ നമ്മളിങ്ങനെ ചോദിക്കും, രാവിലെ തന്നെ ഗൾഫാരെ പോയില്ല, എന്നെ വന്ന് എന്നെ പോണേന്ന് ചോദിക്കും. ഞാനും ചോദിക്കും ചേട്ടനോട് എന്നെ പോണേന്ന്, കാരണം അത്രയും കുറച്ച് തല്ലുകൊണ്ടാ മതിയോ. അപ്പൊ ചേട്ടൻ്റെ ഈ അക്ഷരത്തിന്റെ വൃത്തി പറഞ്ഞുകൊണ്ട് എന്നെ ആദ്യമായിട്ട് ആന്ന് എഴുതാൻ പഠിപ്പിച്ചത് ചേട്ടനാണ്. ആന്ന് എഴുതാൻ എനിക്കറിയാം, പക്ഷെ അങ്ങനെയല്ല. ചേട്ടൻ സ്ലേറ്റില് നിറച്ച് വലിയ എഴുതിയത് എന്നിട്ട് അന്ന് കൂടെ എന്നെ കൊണ്ട് ഇങ്ങനെ വരട്ടിക്കും. എനിക്കതില് കാരണം അതിന് മാത്രം തല്ലിയാൻ കൊണ്ടിട്ടുണ്ട്. ഇപ്പോഴും ശരിയായിട്ടില്ല, ഇപ്പോഴും അതാണ്. ഞാൻ തീർപ്പിക്കുന്നില്ല. ചേച്ചിയെ കുറിച്ച് പ്രത്യേകിച്ച് കാര്യം പറയേണ്ടത് മറന്നുപോയി. ബജി കണ്ടപ്പോൾ ഡാഡി ചേച്ചിക്ക് ചേച്ചിയുടെ ഓർമ്മ വന്നെന്ന് പറഞ്ഞു. എനിക്ക് കൊക്കോടെ കാണുമ്പോൾ ചേച്ചിന് ഓർമ്മ വരും. അതുമാതിരി ഞാൻ ചേച്ചിയുടെ കൂടെ ഏറ്റവും കൂടുതൽ നിന്നിട്ടുണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. ഞാൻ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ എന്നാരും പഠിച്ചില്ല, കാരണം 10ാം ക്ലാസ് ജയിക്കണമെന്നൊരു പ്രശ്നം കൊടുത്തതുകൊണ്ട്. അപ്പം ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് പോയി ഓണാഘോഷം കാണാനായിട്ട്. അപ്പോൾ അവിടെ ചെന്ന് ചേച്ചി ഇങ്ങനെ എന്നെ കൊണ്ടുപോകും. ചേട്ടൻ രാവിലെ പോകും, ചേട്ടൻ NCCയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. നേരത്തെ ഇദ്ദേഹം പറഞ്ഞ ഹോം മേക്കർ എന്ന്, അതൊന്നും പറഞ്ഞാൽ പോലെ ചേച്ചി ആരാണെന്നുള്ള കാര്യം. ബാക്ക് ബോണ്ട് പറഞ്ഞു, അതുമല്ല പില്ലറാണ് ചേച്ചി. ചേച്ചി പില്ലറാണ്. പില്ലർ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് പില്ലറാണ്. ചേട്ടൻ ഇത്രയും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചേച്ചി പിന്നിലല്ലായിരുന്നു, കൂടെയാണ്. ചേട്ടനാണെങ്കിൽ ഒന്ന് പറയാം, നീയാണ് എൻ്റെ ചേട്ടൻ പറയുമായിരിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു പറയും. അപ്പൊ ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടില്ല കൈമറ്റ് വേണ്ട. അപ്പൊ 50ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ജോസഫ് ചേച്ചിക്കും ഡിക്സിലും